പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടോ? ആ കുട്ടി മൈനറാണോ? ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ജീവൻ രക്ഷ എന്ന് പറയുന്ന LICയുടെ ഒരു പ്ലാൻ ഉണ്ട്, അത് നിങ്ങൾ എടുത്തിരിക്കണം. അത് ഏതൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും ആ കുട്ടിക്ക് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അതിനാവശ്യമായ വിദ്യാഭ്യാസം ഇതെല്ലാം കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ഏകദേശം ആ കുട്ടിയുടെ 25 വയസ്സെങ്കിലും പ്രായമാകും ആ കുട്ടി അത്യാവശ്യത്തിന് വിദ്യാഭ്യാസം ചെയ്ത് അതിന് പാകത്തിനുള്ളൊരു ജോലി തിരഞ്ഞെടുത്ത് ആ ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ അത്രയും കാലത്തേക്കും നമ്മളൊരു പേരൻസിൻ്റേതായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് അത്യന്താപേക്ഷിതം തന്നെയാണ്. ബാക്കി എല്ലാ സപ്പോർട്ടും വേണമെങ്കിലും നിർബന്ധമായിട്ടും നമ്മുടെ സാമ്പത്തിക സപ്പോർട്ടും കൂടി ആവശ്യമാണ്. അപ്പം നമ്മൾ ജീവനോടെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പേരൻസ് എന്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും നമ്മൾ മക്കൾക്ക് നല്ല ഭക്ഷണവും വിദ്യാഭ്യാസവും ഒക്കെ നമ്മൾ ഒരുക്കി കൊടുത്തിരിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് പ്രായത്തിലും വീണ് മരിച്ചു പോകാവുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അഭൂതപൂർവമായ രീതിയിൽ 25 വയസ്സ്, 35 വയസ്സ്, 45 വയസ്സിനും ഒക്കെ ഹൃദയസ്തംഭനങ്ങളും സ്ട്രോക്കും അതുപോലെ മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നൊരു നിമിഷം കൊണ്ട് ജീവിതം അവസാനിച്ചു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഭൂമിയിൽ ജന്മം കൊടുത്ത നമ്മളെ മക്കൾക്ക് നമ്മളില്ലെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ലഭിക്കാൻ അവകാശമുണ്ട്. നമ്മളുടെ അഭാവത്തിൽ നമ്മുടെ മക്കൾ നമ്മൾ എന്തെങ്കിലും കടബാധ്യതകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കടത്തിൻ്റെ പുറത്ത് കടപ്പാടം വിറ്റ് അവർ തെരുവിലിറങ്ങേണ്ടി വരികയോ അവരുടെ വിദ്യാഭ്യാസം നിർത്തി അവർ കൂലിപ്പണിക്ക് പോവേണ്ടി വരികയോ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരികയോ ചെയ്യാതിരിക്കാൻ LIC ഇറക്കിയിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു പ്ലാനാണ് ജീവൻ രക്ഷ എന്ന് പറയുന്നത്. ആ പ്ലാനിൻ്റെ പ്രത്യേകത, ഒരു കുട്ടിക്ക് വേണ്ടി ആ കുട്ടിയുടെ 25 വയസ്സ് പ്രായം കണക്കാക്കി നമ്മളൊരു പോളിസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായും നമ്മളെടുക്കുന്ന വർഷത്തിനേക്കാൾ 3 വർഷം കുറച്ച് പ്രീമിയം അടച്ചാൽ മതി. കാലാവധി കഴിയുമ്പോഴേക്കും നമ്മൾ അടച്ച തുക ഫുള്ളായിട്ടും അതിന് മാന്യമായ രീതിയിൽ ഒരു 5% റിട്ടേണോടുകൂടി നമ്മളെ പൈസ തിരിച്ച് കിട്ടും. ഇൻ കേസ് ഈ കാലാവധിക്കുള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു നോർമൽ ഡെത്ത് സംഭവിച്ചു പോയാൽ പിന്നീട് പ്രീമിയം അടയ്ക്കേണ്ടതില്ല. കുട്ടിയുടെ 25 വയസ്സ് വരെയും LIC ആ കുട്ടിക്ക് സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കും. അതിനുശേഷം കുട്ടിയുടെ വിവാഹത്തിനാണോ വിദ്യാഭ്യാസത്തിനാണോ എന്ത് ലക്ഷ്യം വെച്ചാണോ നമ്മൾ പോളിസി എടുത്തത് ആ തുക പോളിസി മെച്യൂരിറ്റി എമൗണ്ട് കുട്ടിക്ക് കൊടുക്കും. അതുപോലെ ഒരു അപകട മരണം സംഭവിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത ലക്ഷത്തിൻ്റെ ഇരട്ടി തുക കൊടുക്കുകയും വീണ്ടും പ്രീമിയം അടയ്ക്കാതെ തന്നെ കുട്ടിയുടെ 25 വയസ്സ് പ്രായം വരെയും കുട്ടിക്ക് സ്കോളർഷിപ്പ് കൊടുക്കുകയും 25-ാമത്തെ വയസ്സിൽ മെച്യൂരിറ്റി തുക പ്രീമിയം അടയ്ക്കാതെ തന്നെ കൊടുക്കുകയും ചെയ്യും. ഇനി ഇതൊന്നുമല്ല, ഒരു അപകടം മൂലം പെർമനൻ്റ് ഡിസബിലിറ്റി സംഭവിച്ചു പോയാലും പ്രീമിയം അടയ്ക്കേണ്ടതില്ല. അടുത്ത 10 വർഷം പോളിസി ഹോൾഡർക്ക് എടുത്ത സം അഷ്യൂർഡിൻ്റെ 10% വീതം കൊടുക്കുകയും 10ാമത്തെ കൊല്ലം പോളിസി അടച്ചാൽ കിട്ടുന്ന മെച്യൂരിറ്റി തുക കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭൂമിയിലൊരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ട്, അത് മൈനർ കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ സാമ്പത്തികം ഏതുമാകട്ടെ ഒരു ജീവൻ രക്ഷാ പോളിസി നിങ്ങൾ എടുത്തിരിക്കണം. അതിൻ്റെ പ്രത്യേകത, ഏറ്റവും മിനിമം 1000 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റിയാൽ പോലും നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെ കുട്ടി അനാഥരായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പോളിസി ഒരു കരുതലായി നിങ്ങൾക്ക് എടുത്തു വയ്ക്കാവുന്നതാണ്. പോളിസിക്ക് വേണ്ടിയിട്ട് സമീപിക്കുക, കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഫോൺ നമ്പർ ഇതിൽ ഞാൻ കൊടുത്തിരിക്കാം.